കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരത്തും നാവികസേനാ കേന്ദ്രം വരുന്നു. രാജ്യത്ത് കടൽ മാർഗമുള്ള ശത്രുക്കളുടെ ഭീഷണി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് തലസ്ഥാനത്തും നാവികസേനാ കേന്ദ്രം വരുന്നത്. മുട്ടത്തറയിൽ എയർഫോഴ്സ്, BSF, CISF എന്നിവയ്ക്ക് പുറമെയാണ് നാവികസേനയുടെ ഉപകേന്ദ്രം ഒരുങ്ങുന്നത്. ഇതിനായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുകയും ചെയ്തു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന്റെ കീഴിലാണ് മുട്ടത്തറയിലെ നാവിക കേന്ദ്രം പ്രവർത്തിക്കുക. കന്യാകുമാരി മുതൽ കൊല്ലം വരെയുള്ള കടൽ സുരക്ഷയുടെ ചുമതല ഈ ഉപകേന്ദ്രത്തിനായിരിക്കും. 35 കോടി രൂപ ചെലവിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസാണ് നാവികസേനയുടെ കേന്ദ്രം നിർമ്മിക്കുക. മുട്ടത്തറയിൽ സേനയുടെ ഉപകേന്ദ്രത്തിന് സ്റ്റേഷൻ മുതൽ കമാൻഡർമാർക്കായിരിക്കും ചുമതല. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ തൊട്ടുപിന്നിലായി മുട്ടത്തറ പൊന്നറ പാലത്തിന് സമീപം മുതൽ വലിയതുറ സെയിന്റ് സേവിയേഴ്സ് ലൈൻ വരെയുള്ള 4.01 ഏക്കർ സ്ഥലം 16 കോടി രൂപയ്ക്കാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രതിരോധ വിഭാഗത്തിന്റെ എസ്റ്റേറ്റ് വിഭാഗം നാവികസേനയ്ക്കായി വാങ്ങിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, VSSC തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കൂടി കണക്കിലെടുത്താണ് തലസ്ഥാനത്ത് നാവികസേനാ കേന്ദ്രം സ്ഥാപിക്കുന്നത്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലത്ത് തന്നെ പദ്ധതിക്കായുള്ള രൂപരേഖ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറ്റ ഉടൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പദ്ധതിക്ക് അനുമതി നൽകുകയായിരുന്നു. നാവികസേനയുടെ സൈനിക കപ്പൽ INS സത്ലജ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ടത് ഈ പശ്ചാത്തലത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നാവികസേനയുടെ കമാൻഡർ ഉൾപ്പെട്ട 60ഓളം സൈനികരുമായാണ് കപ്പലെത്തിയത്. നാവികസേനയ്ക്കായി പ്രത്യേക വാർഫ് തുറമുഖ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. നിലവിൽ കൊച്ചിയിലാണ് ദക്ഷിണമേഖല നാവിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ കൊച്ചിയിൽ നാവികസേനാ കേന്ദ്രത്തിനും കപ്പൽശാലയ്ക്കും സമീപമുള്ള പ്രദേശം അതീവ സുരക്ഷാ മേഖലയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. ഇതടക്കം രാജ്യത്തെ 10 അതീവ സുരക്ഷാ മേഖലകളുടെ പട്ടിക ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം കൂടി എത്തുന്നതോടെ തിരുവനന്തപുരവും ഈ പട്ടികയിൽ ഉൾപ്പെടും.